പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിലാണ് നിലനിൽക്കുന്നത്. തിരഞ്ഞെടുപ്പ് വളരെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ ജനാധിപത്യത്തെപ്പറ്റിയും മതേതരത്തെപ്പറ്റിയും മാനവിക ജീവിതത്തെപ്പറ്റിയൊക്കെ ഉള്ള സങ്കല്പമുള്ളവരെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് മനുഷ്യർ ഇന്ത്യയിലെ ജീവിക്കുന്ന ജനങ്ങൾ ഇത്രമാത്രം സംഘർഷം അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമില്ല. അതിന് കാരണം ഇന്ത്യയിൽ ഹിന്ദുത്വം അധികാരത്തിൽ വന്നിരിക്കുന്നതാണെന്നും ഈ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു സാധാരണ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിപക്ഷ കക്ഷിയോ ഒരു ഭരണകക്ഷി ഏതെങ്കിലും ഒരു കക്ഷി അധികാരത്തിൽ വന്നതിന് വ്യത്യാസമാണ്. അതായത് നമ്മളെ ഓരോ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേനും ഇടതുപക്ഷം വരാം, വലതുപക്ഷം വരാം, അല്ലെങ്കിൽ കോൺഗ്രസോ ഒക്കെ വരാം. പക്ഷെ അതല്ല ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു ലേബലിൽ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്നത് അത് നമ്മൾ കാണുന്ന സാധാരണ കക്ഷികളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിന് കാരണം അവർ ഒരു രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പത്തിനകത്തല്ല വന്നത്, അവരൊരു ദേശം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനകത്താണ് വന്നിരിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം, സ്വാതന്ത്ര്യ സമരത്തിലൂടെ കയറി വന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം വന്നിട്ടുള്ള നമ്മുടെ ഒരു രാഷ്ട്രം രൂപപ്പെടുകയാണ് ഇന്ത്യയിൽ ചെയ്തത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രം എന്ന് പറയുന്ന വിവിധ സംസ്ഥാനങ്ങളുടെയും പ്രവിശ്യകളുടെയൊക്കെ ഒരു കൂട്ടായ്മ. അവ ഭരിക്കാനൊരു കക്ഷി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു മുന്നണി ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെയാണ് ഇവർ വന്നെങ്കിൽ പോലും, അതായത് നിലനിൽക്കുന്ന നിയമ സംവിധാനത്തിനകത്തൂടെയാണ് വന്നെങ്കിൽ പോലും ഈ കക്ഷി ഈ സംവിധാനം, ഭരണ സംവിധാനത്തെ നമ്മൾ വളരെയധികം കാര്യമായിട്ട് പുറത്താക്കണമെന്നുള്ള ഒരു ഇച്ഛയിലേക്ക് ഇന്ത്യയിലെ ജനങ്ങൾ മാറി. ഏറ്റവും താഴ്ന്ന തട്ടിൽ മാത്രമുള്ള ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് സവിശേഷമായി ന്യൂനപക്ഷങ്ങൾക്ക് ഈ ഭരണം വളരെ അരക്ഷിതാവസ്ഥ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരെ ഒറ്റതിരിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതിന് കാരണം നമുക്കറിയാവുന്ന പോലെ അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ഒരു നമ്മുടെ നിലനിൽക്കുന്ന രാഷ്ട്ര സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അവർ ദേശത്തെപ്പറ്റി, നേഷൻ എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടാണ് അവർക്കുള്ളത്. നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഒരു ഹിറ്റ്ലറൊക്കെ നമുക്കറിയാവുന്ന പോലെ നാസികളൊക്കെ വിഭാവന ചെയ്തപ്പോൾ ഒരു നേഷനെ പറ്റിയുള്ള സങ്കല്പമാണ് ഉള്ളത്. യൂറോപ്പിൽ ഒക്കെ നാസികളൊക്കെ അധികാരത്തിൽ വന്നത് അവരൊരു സവിശേഷമായ രീതിയിലുള്ള ഒരു ദേശ സങ്കല്പം ഉണ്ടായിരുന്നു. അതായത് ആര്യൻ ജനത എന്ന് പറയുന്ന ആര്യൻ വിഭാഗത്തിന് വളരെ വംശശുദ്ധിയുള്ളവരും വളരെ ഭരിക്കാൻ അവകാശമുള്ളവരും ആയതുകൊണ്ട് തന്നെ അവർക്കുള്ള പരിപാവനമായ ദൈവിക ദത്തമായ ഒരു അധികാരം ഭരിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് അവരുടെ ഒരു വംശശുദ്ധിയെ കേന്ദ്രീകരിച്ച് ഒരു രാഷ്ട്രം രൂപപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു പുതിയൊരു ദേശീയത രൂപപ്പെടുത്തുക എന്നൊരു കൺസെപ്റ്റിനകത്തൂടെ വികസിച്ച് വന്നവരാണ് നാസികൾ. അതുപോലെ തന്നെ ഇന്ത്യയുടെ അകത്തെ ഈ RSS ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, അതുമായിട്ട് ബന്ധപ്പെട്ട കക്ഷികൾ ഒരു രാഷ്ട്രത്തെ അപ്പുറം ഒരു ദേശത്തെ വിഭാവന ചെയ്യുന്നുണ്ട്. ഈ ദേശം നമുക്കറിയാവുന്ന പോലെ തന്നെ ഇവിടെ നിന്നിരിക്കുന്ന സവർണ വിഭാഗങ്ങളുടെ ഒരു വംശീയ രാഷ്ട്രീയത്തിൽ നിന്ന് വന്നതാണ്, മറ്റുള്ള കാഴ്ചപ്പാടിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ആ രാഷ്ട്രം രൂപപ്പെടുത്തുക, അവർക്ക് രാഷ്ട്രത്തെപ്പറ്റി ഒരു സങ്കല്പമുണ്ട്. അത് ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ല അവരുടെ സങ്കല്പം അതല്ല. അവരെ സംബന്ധിച്ച് ആര്യാവർത്തം എന്ന് പറയുന്ന ഒരു വളരെ വിശാലമായ ഭൂപ്രദേശം, അതായത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഉൾക്കൊള്ളുന്ന, ശ്രീലങ്ക അടക്കമുള്ള സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു പ്രദേശത്തെയാണ് അവർ ആര്യാവർത്തം എന്ന് സങ്കല്പിക്കുകയും ഈ ആര്യാവർത്തത്തെ ഭരിക്കാനുള്ള അവകാശം ആര്യൻ വംശജർ, പഴയ ആര്യവംശജരിൽ നിന്ന് വികസിച്ച് വന്ന് ഇന്നത്തെ സവർണ മേധാവികൾക്കാണെന്നും അതിനുള്ള ഒരു ദൈവികമായ അധികാരമുണ്ടെന്നുള്ളത് കൊണ്ട് അധികാരം സ്ഥാപിക്കുക എന്നുള്ളത് കൊണ്ടാണ് അവർ ഒരു ദേശത്തെപ്പറ്റി ഒരു സങ്കല്പം മുന്നോട്ട് വെച്ചിട്ടു. ഈ ദേശസങ്കല്പത്തിനകത്ത് വഴങ്ങാത്ത വിഭാഗങ്ങളായിട്ട് അവർ കാണുന്നത്, അതായത് ഒരു ദേശം എന്ന രീതിയിൽ അവർ കണക്കാക്കാൻ പോകുന്ന രൂപപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു കാഴ്ചപ്പാടിൽ വഴങ്ങാത്തവരോ മെരുങ്ങാത്തവരോ എന്ന നിലയിലാണ് അവർ ന്യൂനപക്ഷങ്ങളെ, മുസ്ലിം ന്യൂനപക്ഷത്തെ സവിശേഷമായി കാണുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധമായിട്ട് മാത്രമാണ് അവരുടെ സങ്കല്പങ്ങൾ രൂപപ്പെടുത്താൻ കഴിയുള്ളൂ. അവരുടെ നമുക്കറിയാം, വളരെ കീഴാള വിഭാഗങ്ങളുമായിട്ട് അവർക്ക് വൈരുദ്ധ്യമുണ്ട്. കാരണം സവർണരും അവർണരും ഇന്ത്യയിൽ
ജാതി വ്യവസ്ഥയുടെ അകത്ത് കിടക്കുന്ന അല്ലെ ജാതി വ്യവസ്ഥയുടെ അകത്തെ താഴ്ന്ന വിഭാഗങ്ങളാണ് കീഴ്ജാതിക്കാർ എന്ന് പറയപ്പെടുന്ന ദലിതരും പിന്നാക്കക്കാരും ഒക്കെ ഉള്ള വിഭാഗങ്ങൾ. അവരും സവർണരുമായിട്ട് ഇന്ത്യയിൽ ഭയങ്കര ശക്തമായ വൈരുദ്ധ്യമുണ്ട്. വിവിധ ഘട്ടങ്ങളിൽ പോരടിച്ച് പരസ്പരം വികസിച്ച് വന്നവരാണ്. അല്ലെങ്കിൽ പരസ്പരം ഐക്യത്തേക്കാൾ കൂടുതൽ സമരങ്ങളിലൂടെ ഉണ്ടായ അസ്തിത്വങ്ങളാണ്, സ്വന്തമായിട്ട് സ്ഥാപിച്ചവരാണ് ഈ ഇന്ത്യയിലെ കീഴ്ജാതിക്കാരും പിന്നാക്കക്കാരും എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളും സവർണരുമായിട്ട് സംഘർഷമുണ്ട്. പക്ഷേ മുസ്ലിങ്ങളുമായിട്ടുള്ള അതല്ല, അതിനപ്പുറം നീണ്ടു നിൽക്കുന്ന ഒരു വംശീയമായ വേർതിരിവാണ് ഉള്ളത്. അതിന് കാരണം ഈ അവർ പറയുന്ന ദേശം എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത്, സങ്കല്പത്തിനകത്ത് മെരുങ്ങാന്ന് നിൽക്കുന്ന അപരരാണ്, അല്ലെങ്കിൽ അതിനോട് യോജിച്ചു പോകാത്തൊരു വിഭാഗമായിട്ട് അവർ കണക്കാക്കുന്നുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റി അവരുടെ കാഴ്ചപ്പാട് തന്നെ എന്തെന്ന് പറഞ്ഞാൽ, ഇന്ത്യ എന്ന് പറയുന്ന വളരെ ധർമ്മത്തിൻ്റെ ഒരു സ്ഥലമായിരുന്നു. അതായത് ധർമ്മം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബ്രാഹ്മണാധിപത്യത്തെയാണ് അവർ ധർമ്മം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഭരണവ്യവസ്ഥയെയും ജാതി വ്യവസ്ഥയൊക്കെ പരിപാലിച്ച വളരെ ഫ്യൂഡലിസ്റ്റിക്കായ ഒരു വ്യവസ്ഥയാണ് അവർ ധർമ്മം എന്ന് പറയുന്നത്. ഈ ധർമ്മവ്യവസ്ഥ നിലനിൽക്കുന്ന ധർമ്മവ്യവസ്ഥയോട്, ധാർമ്മികമായ ഹിന്ദുധർമ്മം എന്ന് പറയുന്ന വ്യവസ്ഥയോട് പല വിധത്തിലും യോജിച്ച് പോകുകയായിരുന്നു മറ്റുള്ള പലരും. ഇവിടെ വന്നിരുന്ന പലതരത്തിലുള്ള, ഇന്ത്യയിൽ എന്ന് പറയുന്നത് നമുക്കറിയാം, വർഷങ്ങളായിട്ട് ഇന്ത്യയിലേക്ക് പല വിഭാഗങ്ങൾ വന്നുകൊണ്ടിരുന്നു. നിരന്തരമായിട്ട് മുഗളന്മാരുടെ കാലത്തിന് മുമ്പ് പേർഷ്യക്കാർ വന്നിരുന്നു, അല്ലെങ്കിൽ ഗ്രീക്കുകാർ വന്നിരുന്നു. അങ്ങനെ നിരന്തരമായി ഇന്ത്യയിലേക്ക് ആൾക്കാരൊക്കെ വരികയും നിരന്തര കുടിയേറ്റങ്ങളും ആഭ്യന്തര കുടിയേറ്റങ്ങളൊക്കെ കൂടി എപ്പോഴും ഒരു രാഷ്ട്രം അങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ദേശം എന്ന് പറയുന്നത് എപ്പോഴും ചലിക്കുന്നതാണ്. അതൊരിക്കലും നിശ്ചലമായിട്ട് കുറേ പേരുള്ളതല്ല. പൗരത്വം എന്ന് പറയുന്നത് നിശ്ചലമായ കൊണ്ടൊരു കാര്യമല്ല. അങ്ങനെ വികസിച്ച് വന്ന സമൂഹത്തിൽ ഇവരെല്ലാം ലയിച്ചു ചേർന്നു. അങ്ങനെ ഭാരതീയർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലേക്ക് മറ്റുള്ള ആൾക്കാരെല്ലാം ലയിച്ചു ചേർന്നപ്പോൾ മുസ്ലിങ്ങൾ ഇവിടെ ലയിച്ചു ചേർന്നില്ല. അതിന് കാരണം അവർക്ക് മതപരമായ ഒരു വ്യത്യാസമുണ്ട്. അവരുടെ മതം വളരെ വ്യത്യസ്തമായതുകൊണ്ടും അവർ വേറിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ, വേറിട്ട് നിൽക്കുന്നവർ ഇന്നല്ലെങ്കിൽ നാളെ ദേശത്തിന് പ്രശ്നമുണ്ടാവും, ദേശവുമായിട്ട് സംഘർഷത്തിൽ വരും. അല്ലെങ്കിൽ വംശമെന്ന് പറയുന്ന ഒരു ദേശത്തെ വംശമായിട്ട് മാറ്റിക്കൊണ്ടാണ് അവർ പറയുന്നത്. വംശമായിട്ട് പ്രശ്നമുണ്ടാകുന്നതുകൊണ്ട് തന്നെ മുൻകൂട്ടിയുള്ള ഒരു സംഘർഷം മുസ്ലിങ്ങളുമായിട്ട് പണ്ട് മുതലുണ്ട്. അല്ലെങ്കിൽ ഹിന്ദുത്വം എന്ന് പറയുന്ന രാഷ്ട്രസങ്കല്പത്തിന് അവരുടെ ദേശീയതാബോധം മുസ്ലിങ്ങളുമായിട്ട് വളരെ ശക്തമായ വൈരുദ്ധ്യത്തിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് മുസ്ലിങ്ങളെ മുന്നുപാധിയാക്കി വെച്ചുകൊണ്ട്, മുൻ തടസ്സമാക്കി വെച്ചുകൊണ്ട് ഉള്ള ഒരു രാഷ്ട്രത്തിലേക്ക് പോയാൽ മാത്രമാണ് അവർക്ക് അവരുടെ ആര്യാവർത്ത സങ്കല്പങ്ങൾ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ മുന്നോടിയായിട്ടാണ് പൗരത്വം എന്ന് പറയുന്ന ഒരു പൗരത്വ സങ്കല്പം ഉണ്ടാക്കുകയും അതിനു വേണ്ടി ഇന്ന് നിലനിൽക്കുന്ന പൗരത്വ നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് അത് കൂടുതൽ വേറൊന്നാക്കി മാറ്റാനാണ് അവർ ശ്രമിച്ചത്. ഇത് വന്നു കഴിഞ്ഞപ്പോൾ, അതായത് പൗരത്വത്തെ പറ്റി ഇവരുടെ ആലോചനകൾ ഇവർ ഉണ്ടാക്കിയെടുത്തത് ആസാമിൽ നടന്നിരുന്ന ചില പൗരത്വമായിട്ട് ബന്ധപ്പെട്ട ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇത് ഇവർ പൗരത്വത്തിന് വേണ്ടി, കഴിഞ്ഞ ഗവൺമെൻറ്റാണ് പൗരത്വത്തിന് വേണ്ടി, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റാണ് പൗരത്വത്തിനുള്ള നിയമങ്ങൾ ആവിഷ്കരിക്കുകയും പാർലമെൻറ്റിൽ പാസ്സാക്കുകയും ചെയ്ത സമയത്ത് പലപ്പോഴും കേരളത്തിലെ ഇന്ത്യയിലെ പുരോഗമനകാരികൾ കണ്ടത് ഇത് നമ്മുടെ മതേതര സങ്കല്പത്തിൽ നിന്നുള്ള ചെറിയൊരു വ്യതിയാനമായിട്ട് കണ്ടു. അതാണ് മുഖ്യമായിട്ട് ഇന്ത്യയിലെ ലിബറൽ ജനാധിപത്യം എന്ന് പറയുന്ന ആൾക്കാരെല്ലാം കണ്ടത്. നമ്മുടെ മതേതര സങ്കല്പത്തിൽ നിന്നൊരു ചെറിയ വ്യതിയാനം, അല്ലെങ്കിൽ ഒരു വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. മാത്രമല്ല, അതിന് ഒരിക്കലും മതം അടിസ്ഥാനമാക്കിക്കൊണ്ട് പൗരത്വ സങ്കല്പങ്ങളെ പുനർനിർണ്ണയിക്കുന്നു. ഇങ്ങനെ ചില വ്യതിയാനങ്ങളാണ് കണ്ടെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ രൂക്ഷമായ ചോദ്യങ്ങൾ ഇതിൽ കൂടുതൽ കുഴപ്പങ്ങളുണ്ടെന്ന് കണ്ട് അന്വേഷിച്ച് സമരം ചെയ്ത വിഭാഗമാണ് നമ്മൾ. അതുകൊണ്ടാണ് അതിശക്തമായ സമരം ഇന്ത്യയിൽ നടന്നിട്ടുള്ള, മോദി കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും ശക്തമായ സമരം പൗരത്വ നിയമ നിരോധനത്തിനെതിരെ നടന്നതാണ്. അത് ഏറ്റവും കൂടുതൽ പങ്കാളിത്തപ്പെട്ട മുസ്ലിം ജനവിഭാഗങ്ങളാണ്. അവരുടെ ജനവിഭാഗത്തിലെ സ്ത്രീകളുടെ വലിയ മുന്നേറ്റം നമുക്കറിയാം. ഷാഹിൻബാഗിൽ നടന്ന സ്ത്രീകളുടെ വലിയ മുന്നേറ്റങ്ങൾ, അതേപോലെ വിദ്യാർത്ഥികൾ വിവിധ ഇന്ത്യയിലെ സർവകലാശാലകളിൽ മുസ്ലിം വിദ്യാർത്ഥികളുടെ മുൻകൈയിൽ നടന്ന സമരങ്ങൾ, പിന്നെ ഇന്ത്യയിലെ മുസ്ലിം പ്രസ്ഥാനങ്ങളെല്ലാം മുൻകൈയെടുത്ത് നടത്തിയ സമരങ്ങളിലൂടെ ആദ്യമായിട്ട് ഇന്ത്യയിൽ മോഡി സർക്കാരിന് അവരുടെ ഒരു നയപരമായ പരിപാടിയിൽ നിന്ന് പിന്നോട്ട് പോകുകയോ
ടഫാക്കി അല്ലെങ്കിൽ നിശ്ചലമാക്കി നിർത്തേണ്ടിയോ വന്നു എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കേണ്ട കാര്യം. അതിന് കാരണം അതിനോടുള്ള അതിരൂക്ഷമായ മാസങ്ങൾ നീണ്ടുനിന്ന സമരങ്ങൾ, കർഷക പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു കാണാം. അല്ലെങ്കിൽ ഇന്ത്യയിലെ വലിയ ശക്തിയാണ് കർഷക പ്രസ്ഥാനമെങ്കിൽ പോലും അവർക്കൊന്നും നടത്താൻ കഴിയാത്തതിനേക്കാളും വലിയ രീതിയിൽ സമരം ഇന്ത്യയിൽ നടത്തിയത് ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം സമൂഹം ഇറങ്ങി വന്ന് നടത്തിയ പ്രസ്ഥാനത്തിൻ്റെ ഈ പൗരത്വ വിരുദ്ധ സമരമാണ്, പൗരത്വ നിയമ വിരുദ്ധ സമരമാണ്. ആ സമരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരെ ആദ്യമായിട്ട് ഇവരുടെ കുതിച്ച മുന്നേറ്റം അല്ലെങ്കിൽ ഇവരുടെ ജൈത്രയാത്ര, ഹിന്ദുത്വത്തിൻ്റെ ജൈത്രയാത്രയെ ഒരു നിശ്ചലമാക്കി ഒരു വൻ സമരമാണ് ഇവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മുൻകൂട്ടി ഇനി അധികം പോകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുകയും അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് ഇപ്പം പുതിയ മാനിഫെസ്റ്റോ പ്രഖ്യാപിച്ചപ്പോൾ അവരതിൽ പറയുന്നുണ്ട് പൗരത്വ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ജസ്റ്റ് മുന്നോടിയായിട്ട് ഷായൊക്കെ പറഞ്ഞു ഞങ്ങൾ പൗരത്വ നിയമം നടപ്പാക്കുമെന്നും അതിനുള്ള ചില ചട്ടങ്ങൾ ഇപ്പോൾ അവർ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല, പല കാരണങ്ങളുമുണ്ട്. ആ പൗരത്വം എന്ന് പറയുന്ന അവരുടെ വിഭാവനം ചെയ്യുന്ന രീതിയിൽ പൗരത്വ നിയമം ഇന്ത്യയിൽ നടപ്പാക്കാൻ കഴിയില്ലെന്നാണ് ഇന്നത്തെ സാഹചര്യം വ്യക്തമാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ഇന്ത്യയിൽ ഇവർ വിചാരിച്ചത്ര രീതിയിൽ ഒരു വൻ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് അവർ പോകാൻ പോകുന്നില്ല. ആദ്യമായിട്ട് നമുക്കറിയാം, ഇവർ ജന്മഭൂമി സ്ഥലത്ത് ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം പ്രാണപ്രതിഷ്ഠ നടത്തിയതിന് ശേഷം അവർ പ്രഖ്യാപിച്ചത് 430ഓളം സീറ്റുകൾ അവർക്ക് കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതായിരുന്നു, പ്രഖ്യാപനങ്ങളാണ് നടന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത് വരുമ്പോഴത്തേന് ജനങ്ങളുടെ ജീവിതത്തിൽ ഇവരുണ്ടാക്കാൻ പറ്റുന്ന ഇതൊരു വലിയൊരു ആവേശം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പല സ്ഥലങ്ങളിലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തിരിച്ചടികൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലേക്ക് അല്ലെ സംഘർഷത്തിലേക്ക് അവർ വന്നിരിക്കുകയും ചെയ്യുന്നു. ഇവിടെയൊന്നും ഹിന്ദുക്കളെ ഏകീകരിക്കാനായിട്ടാണ് മുസ്ലിം വിരുദ്ധത വരുന്നതിന് ഏക കാരണം അതാണ് കേട്ടോ. ഹിന്ദു എന്ന് പറയുന്ന ജനസാമാന്യം അവർണരും സവർണരും ദലിതരും ആദിവാസികളും ഒക്കെയായി ചിതറിക്കിടക്കുന്ന ജനവിഭാഗത്തെ ഏകീകരിക്കണമെങ്കിൽ ഒരു ഹിന്ദു സ്വത്വത്തിനകത്തേക്ക് ഏകീകരിക്കാൻ പറ്റുള്ളൂ. ഈ ഹിന്ദു സ്വത്വം എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ്. ഹിന്ദു എന്ന് പറയുന്നത് മുസ്ലിം പ്രസന്റ് ആകുമ്പോൾ, മുസ്ലിങ്ങളെ അവരെ ശത്രുതാപരമായിട്ട് വരുമ്പം മാത്രമേ ഹിന്ദുവിന് ഹിന്ദു വികാരം ഉണ്ടാവുള്ളൂ. അല്ലാത്ത സമയത്ത് നായർന്നോ നമ്പൂതിരിയെന്നോ പുലയെന്നോ പറയെന്നോ അല്ലെങ്കിൽ പിന്നോക്കക്കാരെന്നോ ഒക്കെ പറയുന്ന പലതരത്തിലുള്ള വ്യത്യസ്തതകളിൽ കിടക്കുന്ന ജനവിഭാഗത്തിനും മുസ്ലിം വേണ്ടി വരുന്നത് അവരുടെ അകത്ത സങ്കീർണതകൾ അവസാനിപ്പിച്ച് അവർക്ക് ഏകീകരിക്കാനാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ മുസ്ലിങ്ങളെ പ്രതിയാക്കിക്കൊണ്ടുള്ള ഏകീകരണം എന്ന് പറയുന്നത് ഇനി ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യമല്ലാത്ത സൂചനകളാണ് കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിവർ ഒരുതരം പറച്ചിലും ഒക്കെ അല്ലാതെ അത് അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ പൗരത്വ നിയമം ഇന്ത്യയിൽ പാസ്സാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ മുസ്ലിം ജനവിഭാഗങ്ങൾ ജനസംഖ്യയിൽ 5-1 5-1 മുസ്ലിം നമ്മൾ വിചാരിക്കണം. അത്രയുള്ള ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ഇങ്ങനെയുള്ള രാഷ്ട്രത്ത് ഏറ്റവും വലിയ മർദ്ദക സ്വഭാവത്തോടുകൂടി നടപ്പിലാക്കിയാൽ മാത്രമാണ് അവരുദ്ദേശിക്കുന്ന ദേശസങ്കല്പവുമായിട്ട് കണ്ണുചേരാവുന്ന രീതിയിൽ നടക്കുകയുള്ളൂ, ഈ പൗരത്വ നിയമം നടക്കാൻ കഴിയുള്ളൂ. അതായത് ഹിറ്റ്ലറിയൻ മോഡലിൽ നിന്നാണ് അതിൻ്റെ ബീജം ഉണ്ടായത്. അതായത് അത് ഗർഭം ധരിച്ചിരിക്കുന്നത് പൗരത്വ നിരോധന നിയമം എന്ന് പറയുന്നത് ഗർഭത്തിൽ പിറവിയെടുത്തത് നാസി കാലഘട്ടത്തിലെ അല്ല ഹിറ്റ്ലറിൻ്റെ ഒക്കെ സങ്കല്പത്തിൽ നിന്നാണെങ്കിൽ അതിന് ഇന്ത്യയിൽ യൂറോപ്പിൽ നടത്തിയ പോലെ വമ്പിച്ച കൂട്ടക്കൊലകളിലൂടെയും ഒറ്റതിരിക്കലിലൂടെയും ഹോളോകോസ്റ്റ് പോലുള്ള വലിയ സംവിധാനത്തിലൂടെയാണ് അത് പിന്നീട് മാറിയത്. ജൂതന്മാർക്കെതിരെയുള്ള നിയമങ്ങൾ പിൻകാലത്ത് പരിവർത്തനപ്പെട്ടത് അല്ലെങ്കിൽ അത് നടപ്പാക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? കോടിക്കണക്കിന് പേരെ ഗ്യാസ് ചേമ്പറിൽ എത്തിച്ചുകൊണ്ടാണ്. എങ്കിൽ പോലും അത് വെറും മാസങ്ങൾ മാത്രമേ നിന്നുള്ള ഭരണകൂടം ലോകത്താൽ ചവിട്ടിയരയ്ക്കപ്പെട്ട് ലോക ജനതയാൽ ചവിട്ടിയരയ്ക്കപ്പെട്ട ഭരണകൂടങ്ങളാണ് ഇത്. ഹിറ്റ്ലറിൻ്റെയും ജർമ്മനിയിലും ഇറ്റലിയിലൊക്കെ നടന്നതും അല്ലെങ്കിൽ ഫ്രാങ്കോയുടെയൊക്കെ കാലത്ത് നടന്നത്. അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിനകത്ത്
ഇതുപോലത്തെ നിയമങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരുടെ രാഷ്ട്രം രൂപപ്പെടുത്താൻ, അവരുടെ ദേശം രൂപപ്പെടുത്തണമെങ്കിൽ വമ്പിച്ച രീതിയിലുള്ള ഒരു ഹോളോകോസ്റ്റിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. പക്ഷെ അത് അസാധ്യമാണ്. കാരണം ഹിന്ദു എന്ന് പറയുന്നത് ഒരു ഏകീകൃത സ്വത്വമല്ലാത്തത് കൊണ്ടും ഇപ്പോഴത്തെ ഈ 10 വർഷം കൊണ്ട് തന്നെ ഇന്ത്യയിൽ ഹിന്ദുവിനെ ഏകീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് ഇപ്പം നമ്മൾ തിരഞ്ഞെടുപ്പിൽ കാണുന്ന ഒരു വലിയ വസ്തുത. ഹിന്ദുവിനെ ഏകീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഹിന്ദുവിനകത്ത് തന്നെയുള്ള അതിസങ്കീർണ ഘടകങ്ങളാണ് ഇപ്പം തെരഞ്ഞെടുപ്പിനകത്ത് വന്നിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡ പ്രസ്ഥാനമാണ്. അതും ചെറിയ പ്രസ്ഥാനമൊന്നുമല്ല, അല്ലെ? ഇപ്പം സ്റ്റാലിൻ എന്നൊക്കെയുള്ള പേരായിരിക്കാം, എങ്കിൽ പോലും വളരെ ചരിത്രപരമായ, വളരെ സമര ജീവിതമുള്ള, വർഷങ്ങളായി സാംസ്കാരിക ജീവിതമുള്ള ഒരു വലിയ വിഭാഗമാണ് ഇന്ത്യയിലെ ദ്രാവിഡ സമൂഹം എന്ന് പറയുന്നത്. ഈ ദ്രാവിഡ സമൂഹത്തിലെ മുന്നേറ്റമാണ്, അല്ലെ, ദക്ഷിണേന്ത്യയെ മൊത്തം കേന്ദ്രീകരിച്ച് കിടക്കുന്ന കേരളവും തമിഴ്നാടും കർണാടകയും ആന്ധ്രയും ഒക്കെ കിടക്കുന്ന ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിലെ ദ്രാവിഡ അവബോധം എന്ന് പറയുന്നത് ശക്തമായ രീതിയിൽ ഹിന്ദു വിരുദ്ധമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിൽ അവരൊരു ഇത്രമാത്രം ശക്തമായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് 10ാമത്തെ വർഷം, മോഡിയുടെ 10ാം വർഷവത്തം, അല്ലെങ്കിൽ ഈ ഹിന്ദുത്വത്തിന്റെ 10ാമത്തെ വർഷം ദ്രാവിഡ പ്രസ്ഥാനം മറ്റൊരു കാലത്തും ഇല്ലാത്തതിനപ്പുറത്തേക്ക് ഹിന്ദുത്വ വിരുദ്ധമായി മാറിയിട്ടുണ്ട്. വേറൊന്ന്, പിന്നാക്ക രാഷ്ട്രീയം. ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും പശു മേഖല എന്നറിയപ്പെടുന്ന മേഖലകളാണ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. പശു മേഖല എന്ന സ്ഥലത്ത് കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്ക് കിട്ടിയിരുന്ന ആവേശകരമായ സ്വീകരണം ഇല്ലാതാവുകയും പലതരത്തിലുള്ള, ഇപ്പം ഒരുപാട് അവരവിടെ ഉണ്ടാക്കിയതൊരു ജാതി എഞ്ചിനീയറിംഗ് കൊണ്ടാണ്. അവർക്ക് സീറ്റ് കിട്ടിയത് അവർ ബഹുജനങ്ങളെ ആകർഷിച്ചോ ഒന്നുമല്ല, ജാതികൾക്കുള്ളിൽ ഉപജാതി വിഭജനങ്ങളെ മുതലെടുത്തും അവസരവാദികളും, പലപ്പോഴും രാഷ്ട്രീയത്തിനും മുഖ്യധാര രാഷ്ട്രീയത്തിന് എപ്പോഴും അവസരവാദികളും അധികാര കൊതിയന്മാരും കൊതിച്ചികളും ഒക്കെ ഉണ്ടാവാം, അവരെയൊക്കെ കൈകാര്യം ചെയ്തും പിന്നെ മസിൽ പവറും മണിപ്പവറും ഒക്കെ ഉപയോഗിച്ചുള്ള വിലക്കെടുക്കലിലൂടെയാണ്, അല്ലാതെ രാഷ്ട്രീയം പ്രയോഗിച്ചല്ല ഒരു അധികാരത്തിൽ വന്നത്. ഈ പിന്നാക്ക സമൂഹത്തിനകത്തുനിന്ന് മൂടി പുതിയ തരത്തിലുള്ള ഒരു ശക്തമായ പ്രതിരോധം രൂപപ്പെട്ടിട്ടില്ലെങ്കിൽ പോലെ എതിർപ്പ്, അല്ലെങ്കിൽ അതിനോടൊരു ശക്തമായ വിയോജിപ്പെങ്കിൽ രൂപപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ മുസ്ലിം ജനവിഭാഗങ്ങളിൽ നിന്ന് ഒറ്റക്കെട്ടായ പ്രതിരോധമാണ്, ശക്തമായ പ്രതിരോധമാണ് ഹിന്ദുത്വത്തിനെതിരെ നിലനിൽക്കുന്നത്. പിന്നെ ഇന്ത്യയിലെ പൊതുവെ കീഴാളം എന്ന് പറയപ്പെടുന്ന ജനവിഭാഗങ്ങൾക്കെല്ലാം ഹിന്ദുത്വത്തോടുള്ള പഴയ താല്പര്യം നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഹിന്ദുവിനെ ഏകീകരിക്കാൻ 2 മറുമരുന്ന് പറ്റുമെന്നുള്ള സങ്കല്പം ഈ 10 വർഷത്തിനുള്ളിൽ കുറഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായമാണ്. വേറൊരു ഞാൻ പ്രത്യേകിച്ച് പറയാം, അതായത് 10 വർഷം മുമ്പ് ഏക സിവിൽ കോഡ് ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞൊക്കെയാണ് അവർ വന്നത്. പക്ഷെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയാലും മുസ്ലിം സമുദായത്തിൻ്റെ ആത്മീയവും അതുപോലത്തെ കാര്യങ്ങൾ, ആത്മീയവും അവരുടെ മതപരമായ സ്വത്വത്തിനെ ഒന്നും തകർക്കാനോ ഇടിച്ചു താഴ്ത്താനോ കഴിയില്ല എന്നുള്ള രീതി ആ സമൂഹം വേറൊരു വ്യക്തി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഭരണകൂടത്തിൻ്റെ ഇതുപോലത്തെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്ന ഒരു ജനതയായി ഇന്ത്യയിലെ മുസ്ലിം സമുദായവും അതേപോലെ ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റങ്ങളും പിന്നാക്ക പ്രസ്ഥാനങ്ങളുടെയും മുന്നോട്ടമുള്ളത് കൊണ്ട് തന്നെ ഹിന്ദു എന്ന് പറയുന്നതിന് ഒരു മർദ്ദക സ്വഭാവത്തിലേക്ക് അവർക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി അവർക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കാണാൻ കഴിയും. അതായത് തെരഞ്ഞെടുപ്പ് 430 സീറ്റ് കിട്ടുമെന്ന് പറയുന്ന അവരുടെ സങ്കല്പം നടക്കുക ആണെങ്കിൽ ഏക കാരണം അത് വോട്ട് യന്ത്രത്തിൽ എന്തെങ്കിലും സാങ്കേതികമായ തകരാർ കൊണ്ട് വരുത്തിക്കൊണ്ട് അതിലേതെങ്കിലും അട്ടിമറി നടത്തിക്കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇന്ത്യയിൽ അവർക്കൊരു 100 സീറ്റ് അല്ലെ 120 സീറ്റ് കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. കാരണം ആ മെസ്മറിസം അല്ലെങ്കിൽ അത് ഈ മോദിയുടെ പ്രഭാവം എന്ന് പറയുന്ന ആ പ്രഭാവത്തിന് ഉത്തരേന്ത്യയിലെ ഗ്രാമീണ ജനതകളിൽ പോലും പ്രാധാന്യമില്ലാതായി മാറി. രണ്ടാമത്തെ, ഇവരുടെ വാഗ്ദാനങ്ങൾ സാമ്പത്തിക രംഗത്തടക്കമുള്ള വാഗ്ദാനങ്ങൾ പൊള്ളയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ജനരോക്ഷം അവർക്കെതിരെ തിരിഞ്ഞ ഘട്ടങ്ങളിൽ അവർക്കതിനെ തിരിച്ചു പിടിക്കാൻ ഇനിയുള്ള കാലത്ത് NRIയും CIA ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.
അതുകൊണ്ട് തന്നെ ഇത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നതിനപ്പുറത്തേക്ക് കടന്നു പോകാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് നടക്കണമായിരുന്നു. അത് മാത്രമല്ല, ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. പൗരത്വ നിയമത്തിനെതിരെ ഇവർ പ്രതീക്ഷിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്ന് പലപ്പോഴും ഇവർ വിചാരിച്ചത് ഇന്ത്യയിലെ ഗോത്രവർഗ മേഖലകൾ അറിയപ്പെടുന്ന കിഴക്കൻ മേഖലകൾ, ഉത്തര കിഴക്കൻ മേഖലകളായ ആസാം പോലുള്ള പ്രദേശങ്ങളിലും ത്രിപുര പോലത്തെ സ്ഥലങ്ങളിൽ, ബീഹാർ പോലത്തെ കുറേ സ്ഥലങ്ങളിൽ ഇവർക്ക് വളരെ വിജയകരമായിട്ട് അത് വളരെ വേണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അവിടെയൊന്നും, അതായത് ഹിന്ദുക്കളുടെ അകത്ത് തന്നെ ഉള്ള ചില ബീഹാറിലെ ദലിത് വിഭാഗങ്ങൾ, അതേപോലെ തന്നെ ചില ഗോത്ര വിഭാഗങ്ങളിലൊക്കെ ഇവരുടെ ഇലക്ഷൻ കൊടിക്കിനി കൊണ്ടുവരാനും കൂടിയാണ് നടത്തിയത് ഇത്. പക്ഷെ ഇതൊന്നും ഫലപ്രദമല്ലെന്ന് മാത്രമല്ല, പ്രായോഗികമായിട്ട് ഒരു മുസ്ലിം വിരുദ്ധത ജനങ്ങളിൽ വ്യാപിപ്പിക്കുകയല്ലാതെ പ്രായോഗികമായിട്ട് ഇതുകൊണ്ട് വലിയൊരു കാര്യമില്ലെന്ന് തെളിയുകയും ചെയ്തിരിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ സമരം, അതുകൊണ്ട് ഞാൻ ഈ സൂചനകളിലൂടെ പറഞ്ഞെന്ന് മാത്രമുള്ളൂ. നമ്മളുടെ സമരം നിർത്തി വെക്കണമെന്നോ നമ്മൾ ഇവർക്കെതിരെയുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പ്രായോഗികമായിട്ട് ഇതിന് വലിയ സാങ്കേതിക ബുദ്ധിമുട്ട് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കൂടുതൽ വ്യക്തമായൊരു കാലഘട്ടത്തിലാണ് നിലനിൽക്കുന്നത്. അതാണ് സത്യമായ കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ അവർ പ്രഖ്യാപനം നടത്തുന്നത് മുസ്ലിങ്ങളെ അലോസരപ്പെടുത്തുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം ഹിന്ദു സമൂഹത്തിനകത്തുള്ള വിഭാഗങ്ങൾക്ക് അകത്തു തന്നെ ശക്തമായ പൗരത്വ നിരോധന നിയമത്തോടുള്ള ശക്തമായ എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. അത് ഫിൽറ്റർ ചെയ്യുമെന്നൊക്കെ പറയുന്നെങ്കിൽ പോലും ഈ ഫിൽറ്ററിങ് വളരെ പ്രധാനപ്പെട്ട വളരെ ബുദ്ധിമുട്ടേറിയതായതുകൊണ്ട് തന്നെ പ്രായോഗികമായിട്ട് വളരെ ബുദ്ധിമുട്ടേറിയ രീതിയിലാണ് അത് പോകുന്നത്. അങ്ങനെ വരുമ്പോഴത്തേന് എന്തിനുകൊണ്ടാണ് അവരെന്നാലും പ്രഖ്യാപിക്കുന്നതിന് കാരണം? തീർച്ചയായിട്ടും ഇന്ത്യ ഈ ഹിന്ദുത്വം പുലർത്തുന്ന മുസ്ലിം വിരുദ്ധതയുടെ ഭാഗമായിട്ട് മാത്രമാണ്. പ്രായോഗികമായി ഇന്ത്യയിലെ നടപ്പിലാക്കിക്കൊണ്ട് ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു കാര്യം നടപ്പാക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയിലെ ഒരു അനിവാര്യതയല്ല. മാത്രമല്ല, പൗരത്വം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ അവകാശമാണ്. ഈ രാഷ്ട്രീയ അവകാശം ഉള്ള ഒരു വിഭാഗത്ത്, അത് മതം അവിടെ കൂട്ടിച്ചേർക്കുന്നതോടുകൂടി നിങ്ങളുടെ രാഷ്ട്രീയ അവകാശത്തിൻ്റെ മേൽ ഒരു സസ്പെക്റ്റഡ് കഥാപാത്രമായിട്ട് നമ്മളെ ഒരു സംശയവാക്കി മാറ്റുക, സംശയഗ്രസ്തരാക്കി മാറ്റുക, അല്ലെ സംശയഗ്രസ്തയാക്കി മാറ്റുക എന്ന് പറയുന്നത് ഏക സ്വഭാവം മുസ്ലിങ്ങളിലേക്ക് മാത്രമേ അത് തിരിയുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്, ഒഴികഴിവ് ഇട്ടിട്ടുണ്ട്. മുസ്ലിങ്ങളുടേത് അല്ലാത്ത എല്ലാ വിഭാഗങ്ങൾക്കും ഒഴിവുകഴിവ് ഇട്ടിട്ടാണ് പൗരത്വ നിയമവും CRC ഒക്കെ വരുന്നത്. എങ്കിൽ പോലും മുസ്ലിം ജനവിഭാഗത്തെ ഇന്ത്യൻ ജനജീവിതത്തിൽ നിന്ന് ഹിന്ദുത്വവാദികൾക്കുള്ള അത്ര ശത്രുതയോ ഒന്നും ഇന്ത്യയിലെ ബഹുജനങ്ങൾക്കില്ലെന്നുള്ളതും ഈ കാലഘട്ടം തെളിയിച്ചു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു സർവേ വന്നല്ലോ, നമുക്കറിയാം. ആ സർവേയിൽ പറയുന്നതിൻ്റെ ഇന്ത്യയിൽ മതേതരത്വം നിലനിൽക്കണം, ഹിന്ദുത്വമാവണോ എന്നുള്ള ചോദ്യത്തിന് 8% പേര് പോലും താല്പര്യപ്പെട്ടില്ല. എല്ലാ 71% പേര്, 79% പേരും ആവശ്യപ്പെടുന്നത് ഇന്ത്യ ഒരു മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ബഹുത്വം നിലനിൽക്കണം എന്നുള്ള, ഇന്ത്യയിലെ വൈവിധ്യങ്ങൾ നിലനിൽക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അല്ലാതെ ഒരു അഖണ്ഡ ദേശീയത എന്ന് പറയുന്നത് ഇവരധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള ഒരു മധുര സങ്കല്പങ്ങളായിരുന്നു. ഇന്ന് ഇത് മധുര സങ്കല്പം അല്ലാതായി മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും അതൊരു കൈപ്പേറിയ സങ്കല്പമാക്കി അവരെ മാറ്റാനായിട്ടായിരിക്കണം നമ്മുടെ സമരങ്ങളും പ്രക്ഷേപണങ്ങളും നയിക്കേണ്ടതാണ്. അതായത് ഇവരധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഹിന്ദു സമൂഹത്തിലെ വ്യാമോഹിപ്പിക്കാനും ഹിന്ദു സാമാന്യ ജനങ്ങളെ വിഡ്ഢികളാക്കാനുമായിട്ടാണ് അവർ മുസ്ലിം വിരുദ്ധതയും പൗരത്വ നിയമങ്ങളും ഒക്കെ പറഞ്ഞെങ്കിൽ അവർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ, അവർക്ക് പോലും പ്രായോഗികമായിട്ട് നടപ്പാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രതിഭാസമായിട്ട്, ഒരു വസ്തുവായിട്ട് അത് മാറിയിട്ടുണ്ട്. നടപ്പാക്കാൻ എത്രമാത്രം ഇത്രയും തെരഞ്ഞെടുപ്പ് പറഞ്ഞില്ലേ, 450 സീറ്റ് അവർക്ക് കിട്ടിയെങ്കിൽ പോലും ഇന്ത്യയിലെ വിശാല ബഹുജനങ്ങൾക്കിടയിലെ എതിർപ്പ് കൊണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് താല്പര്യമില്ലായ്മ കൊണ്ട് ഇത് നടപ്പാക്കാൻ കഴിയില്ലെന്നുള്ള അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ഛർദ്ദിച്ച ഈ വിഷം ഇവരെ കൊണ്ട് തന്നെ തീറ്റിപ്പിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനുള്ള പ്രക്ഷാപനം നമ്മൾ നടത്തേണ്ടത് ഇവരധികാരത്തിലിരിക്കുക എന്ന് പറയുന്നതിനോട് പൂർണ്ണമായിട്ട് ഇവരധികാരത്തിൽ വരാതിരിക്കാൻ ഉള്ള വാതിലുകൾ അടയ്ക്കാനുള്ള നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ സഹവർത്തിത്വ ബോധം നമ്മൾ വികസിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. കാരണം ഒരു പാർട്ടിക്കും
ഇന്നത്തെ ഇപ്പം പലപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ കുറ്റപ്പെടുത്താൻ ആണ് കോൺഗ്രസ് എന്തുകൊണ്ട് പൗരത്വത്തെ പറ്റി അവർ അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനൊന്നും ഒരു അർത്ഥവുമില്ല. കാരണം ഇന്ത്യയിൽ ഒരു കക്ഷിക്കും, ഹിന്ദുത്വവാദികൾക്കല്ലാതെ ഒരു കക്ഷികൾക്കും ഈ പറഞ്ഞ പൗരത്വ നിയമമോ അതുപോലത്തെ കാര്യങ്ങളോ അവരുടെ അജണ്ടയിലില്ല. അവർക്ക് മുദ്രാവാക്യമാക്കി വെക്കാൻ പറ്റില്ല. ഇവർ അതിൽ ഏതെങ്കിലും പുതിയൊരു ഗവൺമെൻറ് വന്നാൽ അത് ചവിറ്റുകുട്ടയിലെറിയല്ലാതെ ഒരു പുനഃപരിശോധന പോലും ആവശ്യമില്ലാത്ത, ഇപ്പം ആഗോളവൽക്കരണ കാലഘട്ടത്തൊക്കെ അറിയാം വലിയ എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ അത് മറ്റുള്ള പാർട്ടികൾ വന്നപ്പോൾ അവർക്കത് ചുരുട്ടിക്കളയാൻ കഴിയില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് സാമ്പത്തിക വ്യവസ്ഥയിലുള്ള ചില പരിഷ്കരണങ്ങൾ സമൂഹത്തിന് അത്യാവശ്യമായതുകൊണ്ട് തന്നെ മൻമോഹൻ സിംഗ് പോയി കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിന് അല്ലെ വേറൊരു ഗവൺമെൻറ്റിന് ആ സാമ്പത്തിക നയങ്ങളെ റോൾ ബാക്ക് ചെയ്യാൻ പറ്റില്ലാത്തത് ഇതാണെങ്കിൽ ഈ പൗരത്വ നിയമവും ഇവരുടെ പ്രധാനപ്പെട്ട ഈ നിയമങ്ങളെല്ലാം എടുത്ത് ചവിറ്റുകൊട്ടയിലിടുക മാത്രമേ ഉള്ളൂ. മറ്റുള്ള ഏത് പ്രസ്ഥാനം വന്നാലും ചെയ്യാൻ പോകുള്ളൂ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഒരു കുറ്റമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. അവരൊക്കെ വന്ന ആദ്യത്തെ ആ ക്യാബിനറ്റിൽ തന്നെ ഇതെല്ലാം എടുത്തു കളയും. അത്രമാത്രം വിലയുള്ള ഹിന്ദുത്വവാദികൾ മാത്രം അതിനെ വിശ്വസിക്കുന്നുള്ളൂ. മാത്രമല്ല അത് വളരെയധികം സമരങ്ങളിലൂടെ ഇത് ഫലപ്രാപ്തമല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ വളരെ കോഷണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച ഇതായിരിക്കണം. കാരണം ഇത് വെറും ഒരു മതേതരത്വത്തിൻ്റെ ഒരു വ്യതിചലനമോ ഒരു മറ്റ് പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ആധിപത്യം അവരിൽ, അതായത് കോൺഗ്രസിൽ നിന്ന് ഞങ്ങൾ മെച്ചപ്പെട്ടവരാകാനുള്ള ഒരു ഇലക്ഷൻ സ്റ്റണ്ട് അല്ല ഇവരുടേത്. ഞാൻ തുടക്കത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ വംശരാഷ്ട്രീയത്തിൻ്റെയും ഹിറ്റ്ലേറിയൻ നാസി മോഡലായിട്ടുള്ള ഇവരുടെ ഭരണ മനോഭാവത്തിൻ്റെയും ഭാഗമായിട്ട് വന്ന ഒരു ഐഡിയോളജിക്കലാണ്, ഒരു രാഷ്ട്രീയ സങ്കല്പനമാണ് പൗരത്വ നിയമ ഭേദഗതിക്ക് പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കി ശക്തമാക്കി കൊണ്ടുപോയ ഹോളോകോസ്റ്റുകൾ, അതായത് വംശീയ ഉന്മൂലനങ്ങളായിരിക്കും അത് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതിനുള്ളൊരു സാഹചര്യം ഇല്ലാത്ത രീതിയിൽ ഇന്ത്യയിലെ പൗരബോധങ്ങൾ പല തട്ടിലും ഈ 10 വർഷത്തിനുള്ളിൽ വികസിച്ചിട്ടുണ്ടെന്നുള്ള അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പൗരബോധത്തിൻ്റെ വികാസം ഇവരെ രാഷ്ട്രീയാധികാരത്തിൽ നിന്ന് തുരത്താൻ, ഇപ്പം നമുക്ക് പാർലമെൻ്ററി അധികാരം അല്ലെ തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായിട്ട് ഒരു വോട്ട് പോലും ചോർന്നു പോകാതെ ഹിന്ദു വിരുദ്ധ വിഭാഗങ്ങൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ട് വിജയിപ്പിക്കാൻ ശ്രമിക്കണം. നമ്മുടെ എല്ലാ രീതിയിലും നോക്കണം. കാരണം അതിന് പോസ് ഇടണം, അതിനൊരു തടസ്സം നിർണ്ണയിക്കണം, ഒരു ചെക്ക് കൊടുക്കാൻ കഴിയണം എന്ന് വിചാരിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് ഇവർക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ ഇന്ത്യയിൽ ഇവർക്ക് പ്രതിസന്ധി ഉണ്ടാക്കാവുന്ന രീതിയിൽ ഇന്ത്യയിലെ കീഴാള ബഹുജന വിഭാഗങ്ങളെ ഏകീകരിച്ചെടുക്കുകയാണ് വേണ്ടത്. കാരണം സവർണ വിഭാഗങ്ങളുമായിട്ട് വംശവൈരുദ്ധ്യങ്ങൾ ഹിന്ദുത്വവാദികൾക്കില്ല. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. വംശപരമായിട്ട് അല്ലെങ്കിൽ അതിനകത്തുനിന്നാണ് ഇതുണ്ടായത്. സവർണരുടെ ദേശം എന്ന് പറയുന്ന സങ്കല്പം സവർണ അധികാരം തന്നെയാണ് ആയിട്ട് പരിഭാഷപ്പെടുത്തിയൊരു വിഭാഗമാണ്. അതിനൊരു വിഭാഗം എന്ന നിലയിലാണ് നാസികൾ അല്ലെങ്കിൽ ഇവർ ഉയർന്നു വന്നതുകൊണ്ട് തന്നെ ഇവരെ ലിബറൽ പുരോഗമനവാദം കൊണ്ട് മാത്രമല്ല നമുക്ക് തടസ്സം ചെയ്യാം. ലിബറൽ പുരോഗമനവാദങ്ങൾ തെറ്റാന്നുള്ള അഭിപ്രായമൊന്നുമില്ല. പലതരത്തിലും അത് വളരെ വികസിതമാണ്. പലപ്പോഴും അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്നത്തെ കാര്യം ശ്രദ്ധിച്ചാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ എന്താണ് ഇവർക്ക് ചെക്ക് കൊടുത്തത്, ഇവരുടെ മുന്നേറ്റത്തിന് തടസ്സം കൊടുത്തത് എന്താണ്? സത്യമായിട്ടും നമ്മുടെ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലെ ദ്രാവിഡ രാഷ്ട്രീയമാണ്. ആ ദ്രാവിഡ രാഷ്ട്രീയം ഇങ്ങനെ 2-3 പേരെ ചൂണ്ടിക്കാണിച്ചിട്ട് കാര്യമില്ല. അത് ഇന്ത്യയുടെ അകത്ത് രൂപപ്പെട്ട ഹൈന്ദവേതരമായിട്ടുള്ള ബ്രാഹ്മണ വിരുദ്ധമായ അതിസങ്കീർണമായ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ പിന്നോക്ക രാഷ്ട്രീയം ഒരു ലാലു പ്രസാദ് യാദവിൽ നിന്നും ഒന്നും ഉണ്ടായതല്ല. തീർച്ചയായിട്ടും അതിന് വളരെ വർഷങ്ങളോളം നൂറ്റാണ്ടുകളുടെ ബുദ്ധന്റെ കാലം മുതലുള്ള പാരമ്പര്യങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ വികസിച്ചു വന്നതാണ്. അതുമായിട്ടുള്ള സംഘർഷത്തെ ലഘൂകരിക്കാനും കൂടിയാണ് അവർ മുസ്ലിം വിരുദ്ധത പറയുന്നത് നമ്മൾ വിചാരിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഹിന്ദുത്വ വിരുദ്ധ വികാസത്തിലേക്ക് അല്ലെ ആ വിരുദ്ധ വികാരത്തിലേക്ക് വന്നിട്ടുള്ള ദലിത് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളും മുസ്ലിം ജനവിഭാഗങ്ങളുമായിട്ടുള്ളൊരു സഹവർത്തിത്വം,
അവരോടൊപ്പം തെറ്റിപ്പറഞ്ഞു എന്ത് വേണമെങ്കിലും ആർക്കും പരസ്പരം പറയാം. ഇപ്പം മുസ്ലിങ്ങൾ ഇതാണ് കുഴപ്പം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ദലിതരങ്ങനെ കുഴപ്പം ചെയ്തിട്ടുണ്ട്, പിന്നാക്കക്കാർ കുഴപ്പം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ എപ്പോഴും പറഞ്ഞ് അനുഭവവാദപരമായിട്ട് നമുക്ക് എന്തേലും ആർഗ്യുമെന്റ് വേണമെങ്കിലും വെക്കാം. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഈ വിഭാഗങ്ങളും സുദീർഘകാലമായിട്ട് അധികാരത്തിലിരുന്നവരോ അധികാരബോധങ്ങളാൽ ഏകീകരിക്കപ്പെട്ടവരല്ല. സവർണരുടെ ഒരു പ്രത്യേക, അവർ സുദീർഘകാലം ഇന്ത്യയിൽ അധികാരത്തിലിരുന്നവരായതുകൊണ്ടും ഇപ്പോഴും അധികാരത്തിലിരിക്കുന്നവരും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെയൊക്കെ കൊണ്ടുപോകുന്നവരായതുകൊണ്ട് തന്നെ അവരുടെ ഐക്യം, അവരുടെ അകത്തുള്ള ഐക്യം എന്ന് പറയുന്നത് വളരെ കണിശമായി ഉണ്ടായതും ആത്മനിഷ്ഠവുമാണ്. നമ്മുടെ അകത്ത് ഇങ്ങനെ ഐക്യങ്ങളൊന്നും ഉണ്ടായില്ല, ഉണ്ടാക്കിയേ പറ്റൂ എന്നുള്ള സ്ഥിതിയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ സഹവർത്തിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഈ മെനാൻസിനെ, ഈ ശക്തമായിട്ടുള്ള ഈ ഈവിളിനെ, കഠിനമായിട്ടുള്ള ഈ ഫാസിസ്റ്റ് സാന്നിധ്യം നമുക്ക് തോൽപ്പിക്കാൻ കഴിയുള്ളൂ. അതിന് ഒരു സഹായകരമായിട്ട് നമ്മുടെ മുന്നേറ്റം ഈ ഇതുപോലത്തെ സമ്മേളനങ്ങളും, ഇവിടെ നമുക്കറിയാം വളരെ ഗൗരവമായ പ്രക്ഷോഭണങ്ങൾ നടന്നിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാൻ തന്നെ പലവട്ടം വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും സ്കോറായ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ട സ്ഥലങ്ങളാണ് ഇവിടെ. ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരും വന്ന് സംസാരിച്ചിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയെല്ലാം നമ്മൾ വംശീയതയെയും ഹിന്ദുത്വം എന്ന് പറയുന്നതിൻ്റെ വംശത്തെയും അവരുടെ രാഷ്ട്രമല്ല അവർ ദേശത്തെയാണ് വിഭാവനം ചെയ്യുന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ രൂപപ്പെടുത്തുമ്പോൾ ആ കാഴ്ചപ്പാട് ഏകപക്ഷീയമായ ഒരു കാഴ്ചപ്പാട്, അതായത് ഇന്ത്യയിലെ ഒരു മതേതരത്വത്തിൻ്റെ ഒരു ചെറിയ ഒരു വ്യതിയാനം സംഭവിച്ചു, അല്ലെങ്കിൽ നന്നായിട്ട് പോയിരുന്ന മതേതരത്വത്തിന് ഒരു ചെറിയ കുഴപ്പം ഇവർ വരുത്തി എന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് ഒരു വംശീയ ശക്തി അധികാരം നേടിയിരിക്കുന്നു. അതിനൊരു മുസ്ലിം വിരുദ്ധത അവരൊരു സ്ഥാപനവൽക്കരിച്ചു, അതിനൊരു രാഷ്ട്രീയ സ്ഥാപനമായിട്ട് വികസിപ്പിച്ചിരിക്കുന്നു. അതിനെ തടയാനുള്ള യഥാർത്ഥ ശക്തികൾ അതിൻ്റെ വിരുദ്ധ ശക്തികളാണ്. ഹിന്ദുത്വത്തിനെതിരെ അതിൻ്റെ വൈരുദ്ധ്യമുണ്ടാക്കുന്ന ശക്തികൾ ആരാണ്? ആ ശക്തികളെ ഏകീകരിക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയം പറയാതെ നമ്മൾ മിത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പലപ്പോഴും ഇടതുപക്ഷം പരാജയപ്പെടുന്ന അവിടെയാണ്. അവർ കണക്കാക്കുന്ന, അവരെ സംബന്ധിച്ച് അവരുടെ സങ്കല്പം തന്നെ തെറ്റാണ്. ഉദാഹരണം പറഞ്ഞാൽ എന്താണ്? ഹിന്ദു മതരാഷ്ട്രവാദം എന്നാണ് അവർ പറയുന്നത്. ഹിന്ദു മതരാഷ്ട്രവാദം എന്നുള്ള വാക്ക് ഉപയോഗിച്ചുള്ള ഒരു കുഴപ്പം എന്നാൻ പറ്റും? മതരാഷ്ട്ര അവർ നമ്മൾ നോക്കുമ്പോൾ അറിയാം, ഹിന്ദു മതരാഷ്ട്രവാദം ഇന്നും വിദൂരെ വന്നിട്ടൊന്നുമില്ല. നോക്കുമ്പോൾ ചിഹ്നപരമായിട്ടൊക്കെ ചില സൂചനകളുണ്ട്. നരേന്ദ്രമോദി ഒരു കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്തുണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള കുറേ സൂചനകളുണ്ടെങ്കിൽ പോലും ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം ഹിന്ദുത്വ രാഷ്ട്രമായി വരാനായിട്ട് അനേകം കാലങ്ങൾ വേണ്ടി വരുമെന്ന് പറയുന്ന ഒരു വിദൂരമായൊരു കാര്യമായിട്ടുള്ള സങ്കല്പമാണ് വരുന്നത്. ഒരിക്കൽ പോലും ഒരു ഇപ്പം നടക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നില്ല, വിദൂരസ്ഥമാക്കും. കാരണം എന്നാണ്? രണ്ടാമത്തത് തെറ്റാണ്. കാരണം ഹിന്ദു ഒരു സമുദായം ജാതികളായി കിടക്കുന്നോളോ കാലം അതിനൊരു മതാധികാര കേന്ദ്രമോ ഏക ടെസ്റ്റ്, ഖുറാൻ പോലെയോ ബൈബിൾ പോലെയോ ഒരു ടെസ്റ്റ് ഇല്ലാത്തത് കൊണ്ടും ഒരു മതാധികാര കേന്ദ്രമില്ലാത്തതും പ്രോമിനൻ്റായ പലതും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഹിന്ദു രാഷ്ട്രമല്ല, ഐഡിയോളജിക്കൽ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് രൂപപ്പെടുത്താനല്ല അവർ ശ്രമിക്കുന്നത്. മറിച്ച് ഇവിടുത്തെ സവർണ മേധാവിത്വത്തിൻ്റെ വംശീയതയെ കേന്ദ്രീകരിച്ച് സവർണാധികാരത്തെ സമ്പൂർണ്ണമാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഈ സവർണാധിപത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാതെ സവർണാധിപത്യത്തിനകത്ത് രൂപപ്പെട്ട ഒരു വംശീയ രൂപീകരണമാണ്. അത് ഹിറ്റ്ലേറിയൻ മോഡലിലുള്ള ഒരു റൈസിസ്റ്റ് സ്റ്റേറ്റ് രൂപപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നു എന്നുള്ള ചോദ്യങ്ങളെയും അതിൻ്റെ അന്വേഷണങ്ങളെയും വിദൂരസ്ഥമാക്കാനായിട്ടാണ് മാർക്സിസ്റ്റുകളുടെ പോലുള്ള സങ്കല്പങ്ങൾ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ പറയുന്ന ഇപ്പോൾ ന്യൂനപക്ഷ ഹിംസ അവരുടെ ചോദ്യങ്ങൾ അവർക്കൊരു ഇത് മാത്രമാണ്, ഒരു പ്രചരണം മാത്രമാണ്, ഒരു രാഷ്ട്രീയ പ്രചരണം, ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. ഇപ്പം പിണറായി വിജയനൊക്കെ പറയുന്നത് എന്താണ്? ചോദ്യങ്ങൾ മുഴുവനും ഉന്നയിക്കുന്നത് ഇപ്പം മുസ്ലിം ലീഗ് കൊടി ഉയർത്താൻ കഴിഞ്ഞില്ല, രാഹുൽ ഗാന്ധിയുടെ ഇത് വലിയ ക്വസ്റ്റ്യനായിട്ട് ഉയർത്തുന്നു. സത്യം പറഞ്ഞാൽ ഇതിൽ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? ഇന്ത്യയിലെ ജനാധിപത്യം എന്ന് പറയുന്ന മതേതരത്വം എന്ന് പറയുന്ന മുസ്ലിമിൻ്റെ ഒരു രാഷ്ട്രീയ കർത്തൃത്വത്തിന് സ്വയം പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയില്ലാത്തൊരു അവസ്ഥ ഉണ്ടായത് ആരാണ്? അതിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഒരു കക്ഷി രാഷ്ട്രീയ വഴക്കാക്കി മാറ്റുന്നു. അതുപോലെ തന്നെ കോൺഗ്രസ്, ഞാൻ ആദ്യം സൂചിപ്പിച്ച കോൺഗ്രസ് അവരുടെ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചില്ലെന്ന് പറയും.
പക്ഷേ ഈ പ്രശ്നങ്ങൾ അവർ കേരളത്തിൽ മാത്രം ഉന്നയിക്കുള്ളൂ. കാരണം എന്നാ, കേരളത്തിൽ മുസ്ലിം ലീഗ് ഒരു തടസ്സമാണ് ഇവർക്ക്. ഈ മുസ്ലിം ലീഗിനെ അവസാനിപ്പിക്കാൻ, അത് ഇല്ലാതാക്കാൻ, അതിൻ്റെ വോട്ട് ഞങ്ങളിലൂടെ മേടിക്കുക എന്നുള്ള അതിനപ്പുറത്തേക്ക്, അല്ലെ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വോട്ടുകൾ ശിഥിലീകരിക്കപ്പെടുന്നതിനപ്പുറം ഒരു വംശീയ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യാനുള്ള പ്രൊജക്റ്റില്ല അവർക്ക്. അതുകൊണ്ടാണ് ഇവർ പ്രചരണ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അത് കടന്നു പോവില്ല. മറിച്ച് അവർ ഇതിനെയൊക്കെ അടിസ്ഥാനപരമായിട്ട് ശത്രുതാപരമായിട്ട്, ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ ശത്രുതാപരമായിട്ട് തന്നെയാണ് കാണുന്നത്. എങ്ങനെയാണോ കാണുന്നത്, അതായത് ഇന്ത്യയിലെ സവർണ ഭീകരന്മാരെങ്ങനെയാണോ കാണുന്നത് അതിനൊക്കെ തുല്യമായ രീതിയിലൊക്കെയാണ് കാണുന്നത്. ചിലപ്പോൾ അളവിലും വ്യത്യാസം ഉണ്ടാവുന്നുണ്ടെങ്കിലും ഐഡിയോളജിക്കൽ വലിയ വ്യത്യാസമില്ലെന്നുള്ള സങ്കല്പം കൊണ്ടാണ് നമ്മൾ ഇന്ത്യയിലെ വിശാല ജനവിഭാഗങ്ങൾക്ക് ഹിന്ദുത്വമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളെയും അതിൽ നിന്നുള്ള വേർപെട്ട അവസ്ഥകളും സൂചിപ്പിച്ചുകൊണ്ട് അതിനെയും കൂടെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടുള്ള സമരങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് നമുക്ക് ഇവിടെ തന്നെ കുഴിച്ചുകൂടാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇത് എന്തു പറഞ്ഞാലും ഇവരുടെ ഫാസിസ്റ്റ് മുന്നേറ്റങ്ങൾ ഏറെക്കുറെ ഒരു അർത്ഥശാസ്ത്രത്തിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് ഇപ്പം നമുക്ക് ദൃശ്യമാവുന്നത്. അതായത് പണ്ട് ചിറകുകൾ വെച്ച് പറന്നെങ്കിൽ അവരുടെ ചിറക് നഷ്ടപ്പെട്ടിട്ട് ഒരുതരം ഇഴയാൻ തുടങ്ങിയിട്ടുണ്ട് ഹിന്ദുത്വം എന്നുള്ള യാതൊരു സംശയം വേണ്ട. ആ അർത്ഥത്തിൽ നമ്മുടെ പ്രതിരോധം നമുക്ക് ശക്തമാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സമ്മേളനത്തിലേക്ക് എന്നെ വിളിച്ചതിലും ഈ സമ്മേളനം ഇങ്ങനെ നടത്തിയ സംഘാടകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു.